മറിയാമ്മയുടെ പറമ്പിൽ കയറാൻ മാത്രം ധൈര്യമുള്ള പൂച്ചയാണോ നീ? ഇനി പറമ്പിൽ കണ്ട ഇനി വെച്ചേക്കൂല്ല ഞാൻ. ഓടുന്ന കള്ള പൂച്ച വന്നേക്കുന്നേ. ഓ, കഴിഞ്ഞ തവണത്തെ അത്ര മാങ്ങയൊന്നും ഇല്ലെന്നേ. എന്നാൽ ഇവിടെ കിടന്ന ഒരു 2 മാങ്ങ കൂടി ഞാൻ എണ്ണി വെച്ചിരുന്നാണല്ലോ. അതാരോ കൊണ്ടുപോയി. ഈ കള്ള പിള്ളേര് വെക്കേഷനായിട്ട് പൊട്ടിച്ചിട്ട് പോയതാണോ തോന്നുന്നേ. ഇന്നലെ ഒന്ന് അറിയണമല്ലോ. മോളിക്കുട്ടി, എടേ മോളിക്കുട്ടി. എന്നാ അമ്മച്ചി, എന്താ വിളിച്ചേ? നീ ഇവിടെ നിന്നാ ഒരു 2 മാങ്ങ കണ്ടിരുന്നോ? ഞാൻ ഇന്നലെ അത് എണ്ണി വെച്ചിട്ടാണല്ലോ പോയിരുന്നേ. ഇപ്പൊ അത് കാണാനില്ല. അത് ഇന്നലെ ആ രാധ ചേച്ചി വന്നിരുന്നു. അപ്പൊ കറക്ക് 2 മാങ്ങ കൊടുക്കുന്നു വെച്ചപ്പോ ഞാനാ പറിച്ചു കൊടുത്തേ. ഓ, അത് ശരി. അപ്പൊ എന്റെ പറമ്പിൽ ഇരിക്കണ സാധനങ്ങളൊക്കെ നീ എന്നോടൊന്നും ചോദിക്കാണ്ട് കണ്ടവർക്കൊക്കെ എടുത്തു കൊടുക്കാണല്ലേ? ഓ, രാജേച്ചി വന്നപ്പോ അമ്മച്ചി ഇവിടെ ഉണ്ടായിരുന്നില്ല, അമ്മച്ചി പുറത്തു പോയേക്കായിരുന്നു. അല്ല, ഞാനും വിചാരിച്ചേ ഞാനിവിടെ ഉള്ളപ്പോ ആർക്കാണാവോ ഈ ഗേറ്റ് ഒക്കെ കടന്ന് ഇങ്ങട് അനുവാദമില്ലാതെ കയറി വരാനുള്ള ധൈര്യമുള്ളേ. പിന്നെ ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോ എന്റെ പറമ്പിലുള്ള ഒരു സാധനം ആർക്കും പറിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമില്ല. എന്റെ വീട്ടിൽ നിന്ന് വന്നപ്പോ കൊണ്ടോന്നല്ലല്ലോ. ആണോ? അതൊന്നല്ല അമ്മച്ചി കാര്യം. രാധചേച്ചി വന്നപ്പോ അവരുടെ പറമ്പിലുണ്ടായ ഒരു ചക്കയും കൊണ്ടാ വന്നത്. ഞാൻ അതോട് മേടിച്ചു വെക്കുകയും ചെയ്തു. അപ്പോ നമ്മുടെ വീട്ടിൽ വരുമ്പോ നമ്മുടെ വീട്ടിലുണ്ടായ എന്തെങ്കിലും ഒന്ന് കൊടുത്തു വിടുന്ന ഒരു മര്യാദയൊക്കെ അല്ലേ? അല്ലേ? ആരും എന്താ വന്നാലും ഇവിടെ മേടിച്ചു വെക്കണേന് ഞാൻ ഒരു തെറ്റും ആരോടും പറയാറില്ലല്ലോ. എനിക്കതൊരു കുഴപ്പമില്ല. പിന്നെ എന്റെ പറമ്പിൽ വെക്കണ ഒരു പ്ലാവില പോലും ഞാൻ ഒരാൾക്കും കൊടുക്കാനൊന്നും ഉദ്ദേശിക്കണില്ല. ഇതൊക്കെ മറിയാമ്മ നട്ട് വളർത്തിയതേ എനിക്ക് തിന്നാനാ, അല്ലാതെ കണ്ട ആൾക്കാർക്കൊന്നും കൊടുത്ത് അവരുടെ വയറ് നിറയ്ക്കാനൊന്നും അല്ല. ഇനിയിപ്പൊ വേറെ ആരും എന്റെ അനുവാദം ഇല്ലാതെ കൊടുക്കുകയും വേണം. മനസ്സിലായോ പറഞ്ഞേ? നീ ആ മാണ്ട്രൂന് ചോറ് കൊടുത്തോ? ഇല്ല, പണികളൊക്കെ വന്നിട്ട് ചെയ്താൽ മതി. അവൻ ചോറ് കൊടുക്കാൻ നോക്കും. കൊടുക്കാം. സമയം എന്തായെന്ന് വിചാരിച്ചിട്ടാ. ഓ, പറഞ്ഞു കേട്ടാ തോന്നുന്നു ഇവരുടെ മൂത്ത മോന് ചോറ് കൊടുക്കണം ആരെയും പറയുന്നേന്ന്. പട്ടിക്ക് കിട്ടുന്ന ബഹുമാനം പോലും ഇവിടെ കെട്ടി വന്ന് എനിക്ക് കിട്ടണല്ലോ എന്റെ കർത്താവേ. കാണാൻ പറ്റുന്നില്ല. അങ്ങനെ അമ്മച്ചി, ഇതെന്തോത്തിനാ ഈ അലക്കലിന്റെ മേളിൽ കയറിയിരിക്കുന്നേ? നീയോ? അമ്മച്ചി അങ്ങട് ഇറങ്ങി വരാവേ. അതൊക്കെ അല്ല, അപ്പുറത്തെ ആ ഷാജിയും പെണ്ണുമുള്ളി കുറച്ചു നേരമായിട്ട് ഇച്ചിരി അടിയും പിടിയും ബഹളമൊക്കെയാ. അപ്പൊ ഇതുവരെ ഈ ഒളിഞ്ഞോട്ടൊന്നും തീർന്നിട്ടില്ല അല്ലെ? ഇവിടെ എന്ത് കാണാൻ നല്ല രസം. അതെ, അല്ലേലേ ആരാണിന്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാണല്ലോ അല്ലെ? അല്ലടി സൈനി, നീ എന്നാടി പെട്ടെന്നൊക്കെ കേറി വരുതേ? ഒന്ന് വിളിച്ചു പോലും പറഞ്ഞില്ലല്ലോ. ഓ ഇല്ല, ഞാൻ പെട്ടെന്നൊന്ന് വന്നതാ. എന്തേ ജോമോൻ എന്തേ? ചേട്ടായ വന്നിട്ടില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. മോളിയേ, ഷൈനിക്ക് ഇച്ചിരി വെള്ളം എടുത്തു കൊടുത്തേ. നാത്തൂനെ, എന്തായി? കഴിഞ്ഞു കാണോ? കറക്റ്റ് സമയത്ത് വരാൻ കേട്ടോ നേരം. ഓ, കസേരയൊക്കെ ഇങ്ങനെ കേൾക്കുന്നേ. അമ്മച്ചി അങ്ങ് ആകെ ക്ഷീണിച്ചു പോയല്ലോ. ആകെ അങ്ങ് കോലം കെട്ടുപോയി. അമ്മച്ചിക്ക് ഞാൻ എന്താ കൊണ്ടുവന്നേക്കുന്നത് നോക്കിക്കേ. അല്ല, അങ്കമാലി പോർക്ക. ഇതങ്ങ് ഒലത്തി തന്നാണ്ടല്ലോ അമ്മച്ചി. എന്റെ പൊന്നുമോളിയും മറിയാമ്മക്കിട്ട് ഒലത്തല്ലേ? വന്ന കാര്യം പറയും. ഓ, ഒന്നുമില്ല, ഞാൻ വെറുതെ വന്നതാ. പിന്നെ നമ്മുടെ എബിമോനെ കാനഡയ്ക്ക് പോകാനുള്ളതെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാര്യം കൂടി ഒന്ന് പറയാൻ വേണ്ടിട്ട് വന്നതാ. ഓ, പേപ്പറുകളൊക്കെ ശരിയായെന്നേ. പിന്നെ ഈ വരുന്ന 12-ാം തീയതി ബാക്കിയുള്ള പൈസയും കൂടെ കൊടുത്ത് എല്ലാം സെറ്റിൽ ചെയ്യണം. ഈ പൈസ എന്ന് പറയുമ്പോ ഒരു 10,000-15,000 മതിയോടി. അമ്മച്ചിയെ, എബിമോ ലുലുമോളിന് ഷോപ്പിങ്ങിന് പോണ കാര്യമല്ല പറഞ്ഞത്. ചെറുക്കനങ്ങ് കാനഡയ്ക്ക് പോകുന്ന കാര്യാ. 1-2 ഒന്നല്ല, 12 ലക്ഷം രൂപ അങ്ങ് എണ്ണി കൊടുക്കണം. 12 ലക്ഷോ? പിന്നെ വെറുതെ പറ്റുമോ? അമ്മച്ചിക്ക് അറിയാലോ, ബിസിനസ് ഒക്കെ ഇച്ചിരി മോശമാ. അപ്പൊ ജോമചേട്ടായിക്ക് ഇപ്പോ നിലവിലത്തെ ഒരു അവസ്ഥയിൽ ഇത്തരം ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ ഒരു അവസ്ഥയില് അമ്മച്ചി ഞങ്ങളെ ഒന്ന് സഹായിക്കണം. നീ എന്തോ ഷൈനി പറഞ്ഞു വരുന്നേ? അമ്മച്ചി, വന്ന കാര്യം ഞാൻ പറഞ്ഞേക്കാം. അമ്മച്ചി ഇനിയെങ്കിലും ഞങ്ങൾ മക്കളെയൊക്കെ ഒന്ന് പരിഗണിക്കണം. ഇത്രയും സ്വത്തൊക്കെ അമ്മച്ചി ഒറ്റയ്ക്ക് ഇങ്ങനെ എടുത്ത് കൈവച്ചിട്ട് എന്നാ കാര്യമുള്ളേ? ഇതൊരു ആവശ്യത്തിന് ഉപകരിച്ചില്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ടൊക്കെ എന്നാ കാര്യമുള്ളേ? ഇപ്പോ ഞങ്ങക്ക് തരാനുള്ള ഷെയറൊക്കെ അങ്ങ് തന്നേരെ. എന്റെ ചോദിച്ചതിന്റെ കാര്യങ്ങളൊക്കെ നടക്കൂലോ. ഓ, ഏത് ഷെയറിന്റെ കാര്യാ നീ പറഞ്ഞു വരുന്നേ? നിനക്ക് തരാനുള്ളൊക്കെ നിന്നെ കെട്ടിച്ചു വിട്ടപ്പോ തന്നു വിട്ടല്ലേ? കേട്ടോ മോളിക്കുട്ടി,
എന്താ മനസ്സി ഇവിടെ കല്യാണം ജഗേമായിരുന്നു കല്യാണം എന്ന് അറിയൂ? നമ്മുടെ ഈ നാട്ടിൽ അങ്ങനെ ഒരു കല്യാണം ഒന്നും ഇതിനു മുമ്പ് ആരും നടത്തിയിട്ടൊന്നുമില്ല. നീയൊക്കെ മറന്നുപോയോ? ഈ കരക്കാരെ മൊത്തം വിളിച്ച് ഈ മറിയാമ്മ ഒറ്റയ്ക്കാ കല്യാണം നടത്തിയേ. നല്ല പോർക്കറിച്ചും മാങ്ങക്കറിയും പോത്തും ഒക്കെ കൂട്ടിയിട്ട് ഈ ആൾക്കാർ മൊത്തം തിന്നിട്ട് ചുമ്മാ കുറ്റം പറഞ്ഞങ്ങ് പോയി. അപ്പൊ ഇതിനകത്തൊരു മെച്ചം എന്ന് പറയാനായിട്ട് ആ കിട്ടിയ കവർ ആകെ ഉണ്ടായിരുന്നു. അതിനകത്ത് പകുതിയും കാര്യക്കവറായിരുന്നു. അപ്പോ ഈ ഒരു കല്യാണവും മറിയാമ്മയ്ക്ക് ഇച്ചിരി നഷ്ടക്കച്ചവടമായിരുന്നു കേട്ടോ. അമ്മച്ചി പറഞ്ഞേ കേട്ടില്ല നാത്തൂനെ. അമ്മച്ചിക്ക് പണ്ടേ ഞങ്ങളൊക്കെ ഒരു കച്ചവടച്ചരക്കാ. ഇതിപ്പോ ഗുണമില്ലാത്ത ഒരു കച്ചവടത്തിനും അമ്മച്ചി നിൽക്കൂലേ? എന്റെ ഷൈനി, നിന്നെ ഞാൻ ആ ജോമോന് കെട്ടിച്ചു കൊടുത്തത്. ഇനിയുള്ള കാലം അവൻ നിന്നെ നോക്കൂ എന്നുള്ള പ്രതീക്ഷയില്ല. നിന്റെ ചെറുക്കന് കാനഡയിൽ പോകണമെങ്കിൽ നിന്റെ കെട്ടിയവനോട് പറയണമെന്നേ. എന്തിനാ അമ്മച്ചി ഈ അപ്പച്ചനുണ്ടാക്കിയ സ്വത്തൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നേ? ശരി, എനിക്ക് തരണ്ട, ജോയിച്ചനെങ്കിലും കൊടുത്തൂടെ? അവൻ എന്തെങ്കിലും ഒരു ബിസിനസ് ഒക്കെ തുടങ്ങി അവനൊന്ന് രക്ഷപ്പെട്ട് പൊക്കോളൂല്ലേ? മോളിയേ, ഇത് ജോയി കൊടുത്ത ശുപാർശ കത്താണോടിയേ? എന്റെ പൊന്നമ്മച്ചി, എഴുതപ്പുറം വായിക്കല്ലേ. ജോയി ഒന്നും പറഞ്ഞിട്ടൊന്നുമല്ല ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ കാണുന്ന മുതല് മൊത്തം നിങ്ങളുടെ അപ്പച്ചൻ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. അങ്ങേരും ഉള്ള സമയത്ത് എന്നെ ഇവിടെ ഒരു അടിമ പോലെയാണ് കണ്ടോണ്ട്. ഇപ്പൊ എന്റെ പേരിലായി കഴിഞ്ഞപ്പോ ഇത് മൊത്തം നിങ്ങൾക്ക് എഴുതി തന്നെ എന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാന്നേ? രണ്ടാൾക്കും ഇതിന്ന് ഒരു ചില്ലി പൈസ ഞാൻ തരും. വേണ്ട, അമ്മച്ചി സ്വത്തുക്കളൊക്കെ കൂടി കെട്ടിപ്പൂട്ടി വെക്കുക. എന്നിട്ട് അമ്മച്ചി ചാവുമ്പോ അമ്മച്ചിയുടെ പെട്ടിയിൽ വെച്ച് ഞങ്ങൾ തന്നു വിട്ടേക്കാം. അമ്മച്ചി, നമ്മുടെ ബിമോന്റെ കാര്യല്ലേ, അമ്മച്ചി ഇപ്പൊ ഒന്ന് സഹായിക്കുകയാണെങ്കിൽ അവന് കാനഡയ്ക്ക് പൊക്കൂടെ? നിന്നോട് ഞാൻ അഭിപ്രായം ചോദിച്ചു ഇല്ലല്ലോ. കെട്ടിക്കേറിയോ വന്നോളുമാര് ഇങ്ങോട്ടേക്ക് ഇട്ടാക്ക നടക്കത്ത കേട്ടോ. എന്റെ പൊന്നു നാത്തൂനും അല്ല സമാധാനത്തിലുള്ള നോബൽ സമ്മാനവും തരണം. എന്റെ അമ്മച്ചിനെയൊക്കെ സഹിക്കാന്ന് പറഞ്ഞാലേ ചില്ലറ പരിപാടിയൊന്നുമല്ല. എന്തിനാണ് ഇങ്ങനെ ശ്വാസം മുട്ടി ജീവിക്കണത്? ഇവരെ പറയുന്നതൊക്കെ കേട്ടിട്ട് നിങ്ങൾ വല്ല മര്യാദക്ക് വല്ല വീട് മാറി താമസിക്കാനെങ്ങാണ്ട് ചോദിച്ചാൽ എന്റെ അടുത്ത് പറയാം. ചുമ്മാ ഇവിടെ കിടന്ന് ഞാൻ തന്നെ ഇവിടെ നിന്ന് കല്യാണം കഴിഞ്ഞ് പോയി പിന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയേ. ഇതെന്താ പട്ടാള ക്യാമ്പോ? മിണ്ടാനും പാടില്ല, ഉരിയാടാനും പാടില്ല. എടി മോളിയേ, ഈ ടിവിയുടെ റിമോട്ട് ഇതിലേതാടി? ഇന്നാ മുഖ്യമന്ത്രിനെ ഇന്നെങ്ങാനും തീരുമാനമാക്കുമെന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാ. മുഖ്യമന്ത്രി ഇല്ലാതെ എത്ര നാളെന്ന് പറഞ്ഞാ ജീവിക്കുന്നേ? അല്ല, ചോറായിരുന്നോടി? ചോറായിട്ടാണ് അമ്മച്ചി, കറി കൂടി ഒന്ന് വെച്ചാ മതി. എടി ഷൈനി കുറച്ച് അങ്കമാലി പോർക്ക് കൊണ്ട് തട്ടിട്ട് അത് ഇച്ചിരി കുരുമുളക് നോക്കിയിട്ട് അങ്ങ് വരട്ടി എടുക്കുന്നേ, നല്ല ടേസ്റ്റാ. എടി ഇവിടെ കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ. അമ്മച്ചി, ഞാൻ അവസാനമായിട്ട് ചോദിക്കാം, ഈ ഒരു കാര്യത്തിൽ അമ്മച്ചിക്ക് ഞങ്ങളെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ പറ്റുമോ? ഷൈനിയെ, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിന്റെ ഇറങ്ങണി കാനഡയിൽ പോണെങ്കിൽ എന്റേന്ന് ഒരു നയ പൈസ ഞാൻ തരത്തില്ല. അതൊക്കെ നിന്റെ കെട്ടിയവനോട് ഉണ്ടാക്കാൻ പറഞ്ഞാൽ മതി. നാത്തൂനെ ചോറുണ്ടിട്ട് പോവാം. നാത്തൂനെ, ഞാൻ ഇവിടുന്ന് ചോറ് തിന്നാൻ നിൽക്കുന്നില്ല, പച്ചവെള്ളം കുടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പോർക്കൊക്കെ നിന്റെ അമ്മായിമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുക്ക്. ശൗര്യം കുറച്ചും കൂടെ ഒന്ന് കൂടാനുണ്ട്. പിന്നെ ചോറുണ്ടല്ലെങ്കിൽ അടുത്ത ബസ് വരാറായി. ഇപ്പൊ ആ ബസ്സിന് കയറി കഴിഞ്ഞാൽ മഴയ്ക്ക് മുമ്പ് വീട്ടിലെത്താം. മോള് കിട്ടാം. പിന്നെ അമ്മച്ചൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ഈ പട്ടീനെ വളർത്തി ഈ ചുറ്റും മതിലും കെട്ടി ഗേറ്റും അടച്ചിട്ട് ഒരു മനുഷ്യനെ ഇങ്ങോട്ട് കയറ്റാണ്ട് ഈ പരിപാടി ഉണ്ടല്ലോ, അയൽവക്കക്കാരെ മൊത്തം വേർപ്പിച്ച് അവസാന കാലത്ത് ഈ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ അമ്മച്ചിയുടെ കൂട്ടത്തില്. ഞാൻ ഇറങ്ങിയേക്കുവാ. ശരിയാണ്. എന്നാൽ ഈ മുഖ്യമന്ത്രിയുടെ കാര്യം